ഫോട്ടോ കൊള്ളാമോ ഫ്രണ്ട്സ്? മഞ്ജുക്കുട്ടൻ അബീന്ന് വിളിക്കുന്നുണ്ട്. ഗോകുല് ജെ എം ജെ എന്ന് വിളിച്ച് കാട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ദേവു സന്തോഷത്തോടെ ആണേൽ ബൈ എതിർ തിരക്കുണ്ടെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അതെ അതെ അതെ, സന്തോഷത്തോടെ പോവാണെങ്കിൽ ബൈ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ബൈ പറയണ്ട കേട്ടോ. കഴിച്ചു, താങ്കൾ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഗോകുല് കേട്ടോ. ഓ, എനിക്കിന്നിവിടെ പുട്ടായത് കൊണ്ട് ശോകമുഖമാണ്. കഴിപ്പ് ഇത്തിരി കഴിച്ചു. ഇനി ഉച്ചക്കാണെങ്കിൽ അതും എനിക്കിഷ്ടമില്ല. മുട്ട ഓംലേറ്റ് ഇഷ്ടമാണ്, പക്ഷേ അവിയൽ എനിക്കിഷ്ടം. സാമ്പാറും മുട്ട ഓംലേറ്റും മാങ്ങാച്ചാറും, ആഹാ എന്താ ടേസ്റ്റ്! അത് മാത്രം മതി, വേറെ മീനൊന്നും വേണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശോകം എന്ന് പറയുന്നത് അതന്നെ. പുട്ട് ഞാൻ തന്നെ ഉണ്ടാക്കും, ഞാൻ തന്നെ കഴിക്കും. എന്നിട്ടാണ് പറയുന്നത് ശോകമൊന്നും. വേണ്ടത് വെച്ച് കഴിച്ചാൽ പോരെ. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മളിപ്പോ നമുക്ക് മാത്രമായിട്ടൊന്നും അങ്ങനെ വെക്കത്തില്ലല്ലോ. ചേച്ചി, ഞാൻ ചേച്ചിക്ക് ഒരു മെസ്സേജ് ഇടുന്നുണ്ടേ, ഒന്ന് വായിക്കണേ. ഞാൻ ചേച്ചിക്ക് ഒരു മെസ്സേജ് ഇടുന്നുണ്ടേ, ഒന്ന് വായിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് ദേവു? ആ, വായിച്ചോ, വായിക്കാം. മുത്തു, ചേച്ചി വായിൽ കപ്പലോടാൻ വെള്ളം കൊടുക്കും. അത് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് സത്യം. എം കെ ദേവു, ഇനി നീയുള്ള ഒരു ലൈവിലും ഞാൻ നിന്റെ ഹാപ്പിനെസ് കളയാൻ വരില്ല. ഓ, ഹാപ്പിനെസ് ആണെന്നല്ലേ പറഞ്ഞത്, കളയാനാണെന്ന് ആരെങ്കിലും പറഞ്ഞ? ഈ എം കെയുടെ കാര്യം വരില്ല. സങ്കടത്തോടെ ആണ് ബൈ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട്. ഓ, ഈ എം കെ വീട്ടിൽ നിന്ന് കഴിച്ചാണ് വന്നത്, എന്നാലും വീണ്ടും വിശക്കാൻ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അതെയാ, ചോറ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? കന്യാകുമാരി 3 ഷോർട്സ് കണ്ട് കമന്റ് ആൻഡ് സബ് ചെയ്തു, തിരിച്ചു തരണമെന്ന് പറയുന്നുണ്ട് ജെ എം ജെ. ഓക്കെ ജെ എം ജെ, ഞാൻ നോക്കിയിട്ട് കമന്റ് ചെയ്തു തിരിച്ചു വന്നോളാം കേട്ടോ. ദേവു, ബട്ട് പേഴ്സണലായി ഇടാൻ പറ്റില്ല അല്ലേ എന്ന് പറയുന്നുണ്ട്. ഇടാൻ പറ്റില്ലല്ലേ എന്ന് പറയുന്നുണ്ട്. ഇല്ല, ഇതിൽ ഇട്ടാലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. രമ്യ, കന്യാക്കുട്ടി എന്ന് വിളിച്ച് ഹാർട്ടുകൾ തരുന്നുണ്ട്. രമ്യ ലൈക്ക് തരുന്നുണ്ട്. ഗോകുല് ഡയറി മിൽക്ക് കുറച്ച് മെറ്റിലെടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. കഴിക്കാന്ന് രമ്യ സുഖാണോന്ന് ചോദിക്കുന്നു. രമ്യ ഹായ് ഹായ് ഹായ്. രമ്യ വെൽക്കം കേട്ടോ. കഴിച്ചോന്ന് ചോദിക്കുന്നു. കഴിച്ചു. മഴയില്ല രമ്യ, നല്ല വെയില. മഞ്ജുക്കുട്ടൻ രാഹുൽ എന്ന് ഗോകുലെന്ന് വിളിച്ച് ചിരിക്കുന്നുണ്ട്. രമ്യ മോള് പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. മോള് പോയി. എന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് അവിയലുണ്ട്, മുട്ട ഓംലേറ്റ് ഉണ്ട്, അച്ചാറുണ്ട്, അത്രയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ദേവു, എങ്കെ മുത്തേ എനിക്ക് ഹാപ്പി ആണ് എന്നോട് ഇങ്ങനെ മിണ്ടുന്നേന്ന് പറയുന്നുണ്ട്. അതെ, ഹാപ്പി അല്ലെന്ന് ആരാ പറഞ്ഞത്? തന്നെത്താനങ്ങ് ഊഹിച്ചെടുക്കുക. മഞ്ജുക്കുട്ടൻ രമ്യ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. ഗോകുല് ചിരിക്കുന്നുണ്ട്. രമ്യ മഞ്ജു ഹായ് പറയുന്നുണ്ട്. ബിജു, ഞാൻ സബ് ചെയ്തു, പക്ഷേ എന്നെ സബ് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ജെ എം ജെ. ജെ എം ജെക്ക് തിരിച്ചു കൊടുക്ക് ബിജു. ബിജൂസെ ഇവിടെ ഉണ്ടാ? ബിജൂസ് ഇവിടെ ഉണ്ടോ എന്തോ? ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കൂ. രമ്യ ടോക്ക് ഹായ് പറയുന്നുണ്ട്. ഗോകുലിനെയാണോ വിളിക്കുന്നത് രമ്യ? എനിക്ക് മനസ്സിലായി. ഓക്കെ, ജെ ഹായ് പറയുന്നുണ്ട് രമ്യ ഹായ് രമ്യ എന്ന് വിളിക്കുന്നുണ്ട്. ദേവു രമ്യ ബൈ പറയുന്നുണ്ട്. ഓക്കെ രമ്യ, പോയി വരൂ കേട്ടോ. ബൈ ബൈ, സി യു, വീണ്ടും കാണാമേ. അഭിജിത്ത് രമ്യ ചേച്ചി ഹായ് പറയുന്നുണ്ട്. അഭിജിത്ത് ആലോചിക്കുന്നുണ്ട്. 43 ലൈക്ക് ആയിരിക്കുന്നു. 45 അട്ടിച്ചു പൊട്ടിക്ക് ഫ്രണ്ട്സ്. കാറ്റിൻ ചെപ്പുകിലുങ്ങി ദളമന്നരങ്ങളിൽ. രമ്യ അബി ഹായ് പറയുന്നുണ്ട് കേട്ടോ രമ്യ. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. രമ്യ ഡാൻസ് കളിക്കുന്നുണ്ട്. ഓക്കെ, ജെ എം ജെ, ഞാൻ സബ് ആണല്ലോ എന്ന് പറയുന്നുണ്ട്. ബിജൂസ് ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഓക്കെ, ആണോ? അയ്യോ, എനിക്ക് അത് സ്പാം ആയി കാണും കേട്ടോ. ഒന്നുകൂടി അൺസബ് ചെയ്തിട്ട് വേറെ കുറച്ച് എന്തെങ്കിലും കൂടി കണ്ടിട്ട് ഒന്നുകൂടി സബ്ബാക്കി കൊടുത്താൽ മതി കേട്ടോ. അഭിജിത്ത് കണ്ണു പിടിച്ച് നോക്കുന്നുണ്ട്. ഗോകുൽ, എങ്കെ ചുമ്മാ സീൻ ആണല്ലോടാ നീന്ന് ചോദിക്കുന്നുണ്ട് ഗോകുല്. അഭിജിത്ത് ഒളിച്ച് നോക്കുന്നുണ്ട്. എക്കെ പോയി കാണില്ല, ഇവിടെ തന്നെ കാണുന്നു. പോയി എങ്കെ ഇവിടെ എന്താ മഞ്ജുക്കുട്ടൻ, എനിക്ക് കിരീടം ഇല്ലെന്ന് പറയും. ഇന്നലെ നിൻസിയുടെ ലൈവില് കിട്ടിയില്ലേ കിരീടം? എന്നാ എനിക്ക് ഓപ്പൺ ആയി പറഞ്ഞാൽ പോരെ ചേച്ചിയോട്. ഇത് അതല്ലെന്ന് പറഞ്ഞു. അയ്യോ, അതെയാ, വേറെ കാര്യമാണെന്ന് പറയുന്നുണ്ട്. അതെയാ, അയ്യോ, ഇപ്പൊ ഇൻസ്റ്റ ഇല്ലാത്തോണ്ടാണ് കേട്ടാ. ഇൻസ്റ്റ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അഭിജിത്ത് ആലോചിക്കുന്നുണ്ട്. ദേവു വേറെ കാര്യമാണെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ